എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കിയ ഒരു നാടൻ പലഹാരമാണ്. നല്ല സോഫ്റ്റും സൂപ്പർ ടേസ്റ്റുമാണ്. നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടാലോ? ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നതിന് ഞാൻ 5 പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണെങ്കിലും കുഴപ്പമില്ല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഉടച്ചെടുത്ത പഴത്തിലേക്ക് 2 കപ്പ് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം 2 കപ്പ് വെച്ചാണ് എടുക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് നേർമിച്ച അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് പഴമായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇതിലേക്ക് നല്ല കട്ടിക്കുള്ള ഒരു 1.5 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ളതായിരിക്കണേ, വെള്ളമായി പോകരുത്. മധുരം 1.5 കപ്പ് ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. കൂടിപ്പോയാലോ എന്ന് കണ്ടാണ് ഞാൻ 1.5 കപ്പ് ആക്കിയിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് കൊണ്ട് ആദ്യം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അത് കഴിഞ്ഞ് കൈകൊണ്ട് കുഴച്ചെടുക്കണം. കൈകൊണ്ട് കുഴച്ചാലേ ഇത് ശരിക്കും കുഴയത്തുള്ളൂ. ഈ സ്പാച്ചില വെച്ച് നന്നായിട്ട് നമ്മൾ കുഴച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം കൂടെ ഒന്നിക്കണമെങ്കിൽ കൈകൊണ്ട് കുഴക്കണം. ഇനി നമുക്കിതൊന്ന് കൈകൊണ്ട് കുഴയ്ക്കാം. നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് കൊടുത്തു. വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നോക്കിയ കുമ്പളപ്പത്തിൻ്റെയൊക്കെ മാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയാണ് വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ വാഴയിലക്കകത്താണ് ഈ അട ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഇലയെല്ലാം തുടച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിതൊന്ന് കുമ്പിൾ കുത്തി മാവ് അതിലേക്കാക്കാം. കുമ്പിൾ കുത്തുക. ഇതുപോലെ ആക്കണം. ഇതിനകത്തേക്ക് നമുക്ക് മാവ് വെച്ച് കൊടുക്കാം. ഇതുപോലെ കുമ്പിൾ കുത്തിയിട്ട് നമുക്ക് അപ്പച്ചമ്മിൻ്റെ അകത്ത് വെക്കേണ്ട പാത്രത്തിലോട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. നമുക്കിതുപോലെ എല്ലാം ഒന്ന് കുമ്പിൾ കുത്തിയെടുക്കാം. രണ്ടാമത് നമ്മൾ കുമ്പിൾ കുത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് വെച്ച് കൊടുക്കാം. എല്ലാമായിട്ട് നമുക്ക് അപ്പച്ചമ്പിലോട്ട് വെക്കാം. നമ്മൾ അടയെല്ലാം ഇലയിലാക്കി അപ്പച്ചമ്മിൻ്റെ തട്ടിൽ വെച്ചിരിക്കുകയാണ്. നമുക്കൊരു 20 മിനിറ്റ് ആവിയിൽ വേവിക്കാം. നമുക്ക് സ്നാക്ക് ഒന്ന് നോക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊന്ന് തണുത്തിട്ട് ഒന്ന് തുറന്ന് നോക്കാം. ഒരെണ്ണം നമ്മളൊന്ന് തുറന്ന് നോക്കി. നല്ല സോഫ്റ്റായിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. ഇത്രയേ ഉള്ളൂ. നല്ലൊരു ഈവനിങ് സ്നാക്ക് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.